പേപ്പർ വാഴയിലകൾ വെച്ച് ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പം നമ്മൾ എടുത്തിട്ടുള്ള പേപ്പർ വാഴയിലകളിൽ നിന്ന് നമുക്ക് ഈ ഒരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പുകൾ വരച്ച് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ വരച്ച് നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ കുറേ റൗണ്ട് പീസുകൾ നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്. ഇത് നമ്മൾ കോൺ ഷേപ്പിലാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കോൺ ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം സെല്ലോ ടാപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതിന്റെ താഴെയുള്ള ഭാഗം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഇതിലേക്ക് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിന്റെ ചുറ്റുള്ള ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. ഇനി നമ്മൾ പേപ്പർ വാഴയിലകളിൽ നിന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൗണ്ട് പീസുകൾ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. അതിനുശേഷം നമുക്കതിന്റെ താഴെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ എല്ലാ റൗണ്ട് പീസുകളും നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കതിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നിവർത്തിയെടുക്കുകയാണ്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള കോൺ ഷേപ്പിലേക്ക് നമുക്കത് വെച്ച് കൊടുക്കണം. നമ്മളതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ അടുത്തത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം കട്ട് ചെയ്ത് കൊടുത്ത് അത്ര കട്ട് ചെയ്ത് കൊടുക്കരുത്. ഇതും നമ്മളൊന്ന് നിവർത്തിയതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഓരോന്നായി നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മളിതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നതിൽ നിന്നും ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം നമുക്കത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ 2 റൗണ്ട് പീസുകൾ പേപ്പർ വാഴയിലയിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ചെയ്തെടുത്തതുപോലെ തന്നെ ഇതും മടക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു റൗണ്ട് പീസിന്റെ നടുക്കായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് രണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒരു പീസ് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ട. ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാതെ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. പിന്നീട് നമ്മളിവിടെ ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിന്റെ സ്റ്റിക്കറെല്ലാം നമ്മൾ എടുത്ത് മാറ്റുകയാണ്. അതിനുശേഷം ബ്രൗൺ കളർ ചാർട്ട് പേപ്പറിന്റെ പീസ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ബോട്ടിലിന്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതിന്റെ മുകളിലായിട്ട് ഒരു സ്റ്റാർ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ള ലേസും തെർമോക്കോൾ ബാൾസും എല്ലാം അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയാൻ ആരും മറന്നു പോകരുതേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.